ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ആർമിയുടെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലേക്ക് MDS ചൗക്കീദാർ, സഫായി വാല, വാഷർമാൻ, ടൈലർ തുടങ്ങിയ 23ഓളം പോസ്റ്റിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. വനിതകൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് ക്യാഡറ്റ് ഓർഡറിൽ 13 വേക്കൻസി ഉണ്ട്. 18 മുതൽ 27 വയസ്സ് വരെ ഏജ്. ഇതിൽ 3 വർഷത്തുള്ള OBCക്കും 5 വർഷത്തുള്ള SC/STക്കും ലഭിക്കുന്നതാണ്. യോഗ്യത 10ാം ക്ലാസ് പാസ്സാണ്. രണ്ടാമത്തെ പോസ്റ്റ് ഗ്രൗണ്ട്സ്മാൻ, 18 മുതൽ 25 വയസ്സ് വരെ ഏജ്. 3 വേക്കൻസി ഉണ്ട്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ പോസ്റ്റ് ബാർബർ പോസ്റ്റാണ്. 1 വേക്കൻസിയാണുള്ളത്. 18 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് പറഞ്ഞിരിക്കുന്നത്. മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നാലാമത്തെ പോസ്റ്റ് കാർപ്പൻ്റർ, 18 മുതൽ 27 വയസ്സ് വരെ 2 വേക്കൻസി ഉണ്ട്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അഞ്ചാമത്തെ പോസ്റ്റ് സിനിമ പ്രൊജക്ഷൻ, 18 മുതൽ 25 വയസ്സ് വരെ 1 വേക്കൻസി ഉണ്ട്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ആറാമത്തെ പോസ്റ്റ് സിവിൽ മോട്ടോർ ഡ്രൈവർ, 18 മുതൽ 27 വയസ്സ് വരെ 8 വേക്കൻസി ഉണ്ട്. 3 വർഷത്തുള്ള OBCക്കും 5 വർഷത്തുള്ള SC/STക്കും ലഭിക്കുന്നതായിരിക്കും. യോഗ്യത 10ാം ക്ലാസ് പാസ്സാണ്. വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഏഴാമത്തെ പോസ്റ്റ് കുക്കാണ്, 18 മുതൽ 25 വയസ്സ് വരെ ഏജ്. 14 വേക്കൻസി ഉണ്ട്. മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം. അതുപോലെ ഇന്ത്യൻ കുക്കിംഗ് എല്ലാം അറിഞ്ഞിരിക്കണം. എട്ടാമത്തെ പോസ്റ്റ് സൈക്കിൾ റിപ്പയർ, 3 വേക്കൻസി ഉണ്ട്. 18 മുതൽ 25 വയസ്സ് വരെ ഏജ്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക. സൈക്കിൾ റിപ്പയറിംഗ് അറിഞ്ഞിരിക്കുക. ട്രേഡ് ഉണ്ടായിരിക്കണം. ഒമ്പതാമത്തെ പോസ്റ്റ് EBR, 18 മുതൽ 25 വയസ്സ് വരെ 1 വേക്കൻസിയാണുള്ളത്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതുപോലെ തന്നെ ട്രേഡ് അറിഞ്ഞിരിക്കുക. പത്താമത്തെ പോസ്റ്റ് ഗ്രൂമാണ്, 2 വേക്കൻസികളുണ്ട്. 18 മുതൽ 25 വയസ്സ് വരെ ഏജ് പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതുപോലെ തന്നെ ഗ്രൂമിൻ്റെ ഡ്യൂട്ടീസ് എല്ലാം അറിഞ്ഞിരിക്കുക. 11ാമത്തെ പോസ്റ്റ് ലബോറട്ടറി അറ്റൻഡൻറ്റ്, 18 മുതൽ 27 വയസ്സ് വരെ 1 വേക്കൻസി ഉണ്ട്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക. സയൻസ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. 12ാമത്തെ പോസ്റ്റ് ലൈബ്രറി അറ്റൻഡൻ്റ് ആണ്, 18 മുതൽ 27 വയസ്സ് വരെ 1 വേക്കൻസിയാണുള്ളത്. 10ാം ക്ലാസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. മെട്രിക്കുലേഷൻ പാസ്സാണ് പറഞ്ഞിരിക്കുന്നത്. 14ാമത്തെ പോസ്റ്റ് MDS ചൗക്കീദാർ, 18 മുതൽ 25 വയസ്സ് വരെ ഏജ്. 11 വേക്കൻസി ഉണ്ട്. ഈ ഏജിൽ 3 വർഷത്തെ ഇളവ് OBCക്കും 5 വർഷത്തെ ഇളവ് SC/STക്കും ലഭിക്കുന്നതായിരിക്കും. 10ാം ക്ലാസ് പാസ്സായിരിക്കുക. 15ാമത്തെ പോസ്റ്റ് MDS ഗാർഡനറാണ്, 3 വേക്കൻസി ഉണ്ട്. 18 മുതൽ 25 വയസ്സ് വരെ ഏജ് പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ് അതിനും പാസ്സാണ് പറഞ്ഞിരിക്കുന്നത്. 16ാമത്തെ പോസ്റ്റ് MDS സഫായി വാലയാണ്, 11 വേക്കൻസികളുള്ളത്. 18 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് പറഞ്ഞിരിക്കുന്നത്. ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. 10ാം ക്ലാസ് പാസ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെല്ലാം എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. 17ാമത്തെ പോസ്റ്റ് MDS മെസ്സഞ്ചറാണ്, 18 മുതൽ 25 വയസ്സ് വരെ ഏജ് പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക. 18ാമത്തെ പോസ്റ്റ് ഫോട്ടോസ്റ്റാറ്റ് ഓപ്പറേറ്ററാണ്, 1 വേക്കൻസി. 18 മുതൽ 27 വയസ്സ് വരെ ഏജ്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 19ാമത്തെ പോസ്റ്റ് സാനിറ്ററി ഓവർസിയർ, 18 മുതൽ 27 വയസ്സ് വരെയാണ്. 1 വേക്കൻസി ഉണ്ട്. മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോർമാനാണ്, 18 മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് പറഞ്ഞിരിക്കുന്നത്. 1 വേക്കൻസി. 10ാം ക്ലാസ് പാസ്സായിരിക്കുക. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക. 21ാമത്തെ പോസ്റ്റ് സൂപ്പർവൈസർ പ്രിൻറ്റിംഗ് പ്രസ്, 18 മുതൽ 27 വയസ്സ് വരെ ഏജ് പറഞ്ഞിരിക്കുന്നത്. 1 വേക്കൻസി. ഇൻ്റർമീഡിയറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 22ാമത്തെ പോസ്റ്റ് ടൈലർ, 18 മുതൽ 27 വയസ്സ് വരെ 1 വേക്കൻസിയാണുള്ളത്. മെട്രിക്കുലേഷൻ പാസും 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. 23ാമത്തെ പോസ്റ്റ് വാഷർമാൻ, 2 വേക്കൻസി. 18 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതുപോലെ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. സോ ഫ്രണ്ട്സ്, ഇതിന് ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ 19 ഡിസംബറിനാണ് വന്നിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് 45 ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി 2-ാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇതിൻ്റെ നോട്ടിഫിക്കേഷനും ഈ ആപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അപേക്ഷിക്കാൻ കഴിയുന്ന എല്ലാവരും അപേക്ഷിക്കാൻ നല്ലൊരു അവസരം തന്നെയാണ്. സോ ഫ്രണ്ട്സ്, ഇതിന് അപേക്ഷിക്കുന്ന എല്ലാവരും കമൻറ്റ് ചെയ്തേക്കുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വന്ദേ മാതരം.